രാജസ്ഥാനിലെ ബൻസ്വാരയിലും മോദി നടത്തിയ പ്രസംഗം ഇപ്പോൾ വലിയ വിവാദമായി കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പക്ഷേ നടപടി ഉണ്ടാവുന്നില്ല. എങ്ങനെ നോക്കിക്കാണും? അത് മോശം തന്നെ. 17,000 ജനങ്ങളാണ് ഇതിന് ഒബ്ജക്ഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിക്കും ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ തീരെ സൂട്ടബിൾ അല്ല. ഒരു പ്രധാനമന്ത്രി എല്ലാവരെയും പ്രധാനമന്ത്രിയായിട്ട് കാണണം. ഇത് ഒരു സമുദായത്തിനെ അവഗണിച്ചിട്ട് ഇത്ര മോശമായി സംസാരിക്കുന്നതും അതുമാത്രമല്ല ഒരു അപമാനം ഉപയോഗിക്കുന്ന ഭാഷയാണത്. അതിനൊപ്പം നുണയുമാണ്. കാരണം കോൺഗ്രസ് പറഞ്ഞ ഈ പ്രകടന പത്രികയിൽ ഒരിക്കലും എഴുതിയിട്ടില്ല നമ്മളെല്ലാവരും കാശ് എടുത്തിട്ട് മുസ്ലിംസ് വിതരണം ചെയ്യുന്നത്. ഇങ്ങനൊരു സംസാരം ഒരു പ്രധാനമന്ത്രി ചെയ്യരുത്. അദ്ദേഹം തന്നെ പറയുന്ന 65 വർഷം കോൺഗ്രസ് ഭരിച്ച് ഞങ്ങൾ ഈ 65 വർഷത്തിൽ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആൾക്കാരെ ഭയപ്പെടുത്തുന്നത്? BJPക്ക് ഭയമുണ്ട്, അവരത് തോൽവി ഉറപ്പമായി. അപ്പോൾ ഈ ഭയത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് മഹാമോശമായി പോയി. ഒരു പ്രധാനമന്ത്രിക്ക് ചെയ്യരുത്. മിനിമം ഒരു വാർണിംഗാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരിക്കലും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ നിങ്ങളെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും, ഈ പറഞ്ഞതിനെ പിൻവലിക്കുന്നത് പറഞ്ഞ അതാണ് സാധാരണ നടപടി. പക്ഷേ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഇതുവരെ. അത് കുറച്ചും നാണക്കേട് തന്നെയാണ്. എവിടെ നമ്മൾ ലെവൽ പ്ലേയിങ് ഫീൽഡ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അമിത്ഷാ ഇതുപോലെ എന്തൊക്കെയോ ഹേറ്റ് സ്പീച്ച് ചെയ്തപ്പോൾ ഒരു ആക്ഷൻ അവിടെ എടുത്തില്ല. നേരെ മറിച്ച് വലിയൊരു ചെറിയ കാര്യം പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഉടനെ ഒഴുത്തി കൊടുക്കും. അത് പിന്നിലുണ്ട്. 1-2 ദിവസം അദ്ദേഹത്തിന് പ്രചരണം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ആക്ഷൻ എടുക്കായിരുന്നു പ്രധാനമന്ത്രി എതിരെ. ഇല്ല, അതാണ് സംഗതി.